ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ, പരിചയപ്പെടാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ കുറേ വീഡിയോസ് യൂട്യൂബിലിടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, കുറേ വീഡിയോസ് യൂട്യൂബിൽ ചുമ്മാ അങ്ങോട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അത് കാണൂല. കാരണം വെച്ചാൽ അതിന് ടാഗ് വേണം. ആഡ് ടാഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഈ ഗൂഗിൾ അക്കൗണ്ട് ഇതുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഒരു വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പെന്നിൻ്റെ ഒരു ഐക്കൺ വരും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് മോർ ഓപ്ഷൻസ്, ടാഗ്സ്, കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് കാണും. കണ്ടോ, ടാഗ് എടുക്കുക. ടാഗിൽ ആഡ് ടാഗാണ് കേട്ടോ. ടാഗ് ചെയ്യണം. ആഡ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ആ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, അത് ചെയ്യുന്നതിന് ആദ്യം ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ടാഗ് ജനറേറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ പല ഇതും വരും. ഏറ്റവും മുകളിൽ കാണുന്നതിന് നിങ്ങൾ അത് എന്നിട്ട് അത് പലതും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് എൻ്റർ യുവർ വീഡിയോ ടൈറ്റിൽ ഹിയർ എന്ന് പറയും. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയണ്ട, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ, ഇപ്പോൾ കിഡ്സിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കണമെങ്കിൽ, ഒരു സോങ് ആണ് ഇട്ടേക്കണമെങ്കിൽ അത് എന്താ പറയണ്ടേ, കിഡ്സ് വീഡിയോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങളൊരു ഹൗ ടു എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇട്ടേക്കണമെങ്കിൽ അത് ഇടുക. ഹൗ ടു എങ്ങനെയാണ് നിങ്ങളുടെ ടൈറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ അത് ഇടുക. അപ്പോൾ ഹൗ ടു ബുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ സ്വിഗ്ഗി മലയാളം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. മലയാളം എന്നടിച്ചിട്ട് ജനറേറ്റ് ടാഗ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ വരും. മലയാളം, സ്വിഗ്ഗി, ഹൗ, സൊമാറ്റോ, ഫുഡ്, ഓൺലൈൻ ഡെലിവറി, ബെസ്റ്റ് പ്രൈസ്, ഓർഡർ, വീഡിയോ, ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കോപ്പി ടു ക്ലിപ്പ് കോഡ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് പോയതിന് ശേഷം വീണ്ടും നമ്മൾ പോയി യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് നമ്മുടെ ഏത് വീഡിയോയിലാണോ ഇടേണ്ടത് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പെന്നിൻ്റെ ഐക്കൺ മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിൽ പെന്നിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴത്തെ ടാഗ്സ് എന്നുള്ള മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ടാഗിൻ്റെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തുണ്ട്. എന്നിട്ട് എന്താ പറയണ്ടേ, ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. വേറെ വീഡിയോ എടുക്കുക, ഇതിനകത്ത് ആ പെന്നിൻ്റെ ഐക്കൺ ആ ഫോട്ടോയിലുണ്ട് ഏറ്റവും മുകളിൽ. എന്നിട്ട് ടാഗിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്നിട്ട് ആഡ് ടാഗ്സ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ വരും. നമ്മുടെ കീപാഡിൻ്റെ അവിടെ കാണാം മലയാളം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ പേസ്റ്റായി. എന്നിട്ട് ബാക്ക് അടിച്ചാൽ മതി. നമ്മൾ തിരിച്ച് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി ടാഗിലുണ്ടാവും. കണ്ടോ, എന്നിട്ട് മാറ്റം വരുത്തിയതിന് ശേഷം സേവ്, ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാഗ്സ് ആയി. അപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോസും കാണാനിടയാകും. അതാണ് ഇപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളത്. കണ്ടോ, എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്. അത്യാവശ്യം ഇതൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണുക. താങ്ക് യു.